ബിഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ തലസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്ത് ബി.ജെ.പി. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുന്നു. സ്ഥാനത്യാഗം ചെയ്യുന്ന നിതീഷിനെ ആശ്വാസമെന്നോണം അദ്ദേഹത്തിന്റെ മകന് ബി.ജെ.പി. നേതൃത്വം നൽകുന്ന മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം വാഗ്ദാനം ചെയ്തതായിട്ടുള്ള വാർത്തകളാണ് ഇതെഴുതുമ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ അധീശത്വം ഉറപ്പിക്കാൻ കൂട്ടശിശുഹത്യകളടക്കം എന്തും ചെയ്യാൻ മടിക്കാത്ത സ്വേച്ഛാധിപതികൾ അരങ്ങുവാഴുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനായ ശിശുഘാതകനായ സയനിസ്റ്റ് ബെഞ്ചമിൻ നെതന്യാഹുവും ബോംബുകളും മിസൈലുകളും ഡ്രോണുകളും തങ്ങളുടെ ലക്ഷ്യപ്രാപ്തിക്കായി മനുഷ്യരാശിയുടെ മേൽ പ്രയോഗിക്കുമ്പോൾ ഇന്ത്യ ദർശിക്കുന്നത് ഏറ്റവും നിന്ദ്യവും ഹീനവുമായ രാഷ്ട്രീയ കൗടില്യത്തിന്റെയും വിദ്വേഷത്തിന്റെയും ഭിന്നിപ്പിന്റെയും വിഭജനത്തിന്റെയും പ്രയോഗമാണ്. ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ആസാമിലും ജമ്മു കാശ്മീരിലും ഗുജറാത്തിലും അടക്കം തങ്ങൾ വിദ്വേഷ രാഷ്ട്രീയത്തിലൂടെ അധികാരം കൈയാളുന്നിടത്തെല്ലാം പ്രതിയോഗികൾക്കും വിയോജിക്കുന്നവർക്കും മതന്യൂനപക്ഷങ്ങൾക്കുമെതിരെ അവർ ED, NIA മുതൽ സായുധ സേനാ വിഭാഗങ്ങൾ തുടങ്ങി ബുൾഡോസറുകൾ വരെ ആയുധമാക്കുന്നു. നിതീഷ് കുമാറിനെ ബിഹാർ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിഷ്കാസനം ചെയ്യാനുള്ള മോഡി ഷാ കൂട്ടുകെട്ടിന്റെ ഇപ്പോഴത്തെ നീക്കം ഒരു രാഷ്ട്രീയ ബുൾഡോസർ പ്രയോഗമാണെന്ന് ചരിത്രം നിസ്സംശയം വിലയിരുത്തും. നിതീഷിനെ തലസ്ഥാനത്ത് നിന്ന് നീക്കുന്നതിന്റെ പിന്നിൽ താൽക്കാലിക രാഷ്ട്രീയ നേട്ടങ്ങൾക്കപ്പുറം ജനങ്ങളെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കാനും നിലവിലുള്ള സംസ്ഥാനങ്ങളെ വെട്ടിമുറിച്ച് തങ്ങളുടെ സമ്പൂർണ്ണ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനുമുള്ള കുൽസിത ഭൗമ രാഷ്ട്രീയ ലക്ഷ്യവും ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് വേണം വിലയിരുത്താൻ. ബീഹാറിലെ പശ്ചിമ ബംഗാളിനോട് ചേർന്നുള്ള 5 ജില്ലകളെയും പശ്ചിമ ബംഗാളിന്റെ കോഴിക്കഴുത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സിലിഗുരി ഇടനാഴിയും ഉൾപ്പെട്ട 2 ജില്ലകളെയും കൂട്ടിച്ചേർത്ത് ഇന്ത്യയുടെ 9ാമത്തെ കേന്ദ്രഭരണ പ്രദേശം രൂപീകരിക്കാനുള്ള മോഡി ഷാ പദ്ധതിയാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. അതിന് വഴിയൊരുക്കുകയാണ് നിതീഷിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നീക്കിയുള്ള ഭരണമാറ്റത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്. രാജ്യത്ത് മുസ്ലിം ജനസംഖ്യ ഭൂരിപക്ഷ ഹിന്ദു ജനതയ്ക്ക് ഭീഷണിയായി വളർന്നുകൊണ്ടിരിക്കുന്നുവെന്ന അടിസ്ഥാനരഹിത ഹിന്ദുത്വവാദ ആഖ്യാനത്തെ സാധൂകരിക്കലാണ് ഈ നടപടിയിലൂടെ പ്രതിഫലിപ്പിക്കുന്നത്. മുസ്ലിം വിരുദ്ധതയാണ് ബി.ജെ.പി. പ്രതിനിധീകരിക്കുന്ന വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ മുഖമുദ്ര. ബംഗാളിൽ ബി.ജെ.പി. ശക്തമായി ചെറുക്കുന്ന മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ രാഷ്ട്രീയ നിലനിൽപ്പിൽ നിർണായകമാണ് ബംഗാളി ഭാഷ സംസാരിക്കുന്ന മുസ്ലിം ജനവിഭാഗങ്ങൾ. ബീഹാറിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് പിടിമുറുക്കണമെങ്കിൽ മുസ്ലിം ജനതയെ ഒറ്റപ്പെടുത്തേണ്ടതുണ്ട്. 1916 മുതൽ അസമിൽ ബി.ജെ.പി. രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര സ്ഥാനത്താണ് മുസ്ലിം വിരുദ്ധത. ബംഗാളി ഭാഷ സംസാരിക്കുന്ന മുസ്ലിങ്ങൾ ഒന്നടങ്കം ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരാണെന്ന ആഖ്യാനത്തിലാണ് വടക്കു കിഴക്കൻ മേഖലയിലെ ബി.ജെ.പി. ഹിന്ദുത്വ രാഷ്ട്രീയം സങ്കൂരമുറപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാനങ്ങൾക്ക് ഗണ്യമായ രാഷ്ട്രീയ, സാമ്പത്തിക, ജനാധിപത്യ അവകാശങ്ങൾ ഉറപ്പു നൽകുന്ന ഫെഡറൽ ജനാധിപത്യ സംവിധാനത്തെ മറികടന്ന് മതന്യൂനപക്ഷങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ നിഷേധിക്കുക ശ്രമകരമാണെന്ന് മോഡി ഷാ കൂട്ടുകെട്ട് തിരിച്ചറിയുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഭരണഘടനയും അത് ഉറപ്പു നൽകുന്ന ഫെഡറൽ ജനാധിപത്യത്തെയും മറികടന്ന് ഒരു ഭൂപ്രദേശത്തെ ആകെ കേന്ദ്രഭരണ നിയന്ത്രണത്തിൽ കൊണ്ടുവരികയാണ് നിർദ്ദിഷ്ട കേന്ദ്രഭരണ പ്രദേശമെന്ന ബി.ജെ.പിയുടെ ഭൗമ രാഷ്ട്രീയ ലക്ഷ്യം. ദേശീയ പൗരത്വ രജിസ്റ്റർ, പൗരത്വ ഭേദഗതി നിയമം തുടങ്ങിയവയെല്ലാം ലക്ഷ്യം വെക്കുന്നത് മുസ്ലിം മതന്യൂനപക്ഷത്തെയാണ്. ബംഗാളി ഭാഷ സംസാരിക്കുന്ന മുസ്ലിങ്ങൾ ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരാണെന്ന ആഖ്യാനവും അവരെ കൂട്ടത്തോടെ രാജ്യത്തു നിന്നും പുറന്തള്ളണമെന്ന ആവശ്യവും മോഡിയും ഷായും അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും അടക്കം ബി.ജെ.പി. ഹിന്ദുത്വ നേതൃത്വം നിരന്തരം ആവർത്തിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ പൂർത്തിയാവുന്ന പ്രത്യേക വോട്ടർ പട്ടിക പരിശോധനയുടെ ലക്ഷ്യവും മറ്റൊന്നല്ല. ബംഗാളി ഭാഷ സംസാരിക്കുന്ന കുടിയേറ്റ തൊഴിലാളികളെ കൂട്ടത്തോടെ പിടികൂടി യാതൊരു പരിശോധനയും കൂടാതെ നാടുകടത്തുന്ന ക്രൂര സംഭവങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗത്തും ഇതിനകം അരങ്ങേറുകയുണ്ടായി. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന അസമിലും പശ്ചിമ ബംഗാളിലും ഈ വിദ്വേഷ രാഷ്ട്രീയം തെരഞ്ഞെടുപ്പിലൂടെ മുഖ്യ രാഷ്ട്രീയ വിഷയമായി ബി.ജെ.പി. മാറ്റിക്കഴിഞ്ഞു. ഹിമന്ത ബിശ്വ ശർമ്മയുടെ വിദ്വേഷ രാഷ്ട്രീയം എല്ലാ രാഷ്ട്രീയ മര്യാദകളെയും മനുഷ്യാവകാശ നിയമങ്ങളെയും മാനദണ്ഡങ്ങളെയും മറികടന്ന് പരുഷവും ഉച്ചസ്ഥായിയിലുമായി മാറിയിരിക്കുന്നു. സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക, രാഷ്ട്രീയ രംഗങ്ങളിലാകെ പരാജയമടയുന്ന ബി.ജെ.പി. രാഷ്ട്രീയത്തിന് നിലനിൽപ്പിനുള്ള ഏക മാർഗം വിദ്വേഷത്തിന്റെയും വിഭജനത്തിന്റേതും മാത്രമായി മാറിയിരിക്കുന്നു. അതാണ് നിതീഷിനെ കൈയൊഴിയാനും രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ അട്ടിമറിച്ച് വിഭജിക്കുന്ന ഹീനമായ ഭൗമ രാഷ്ട്രീയ പാത അവലംബിക്കാനും ജനസംഖ്യാപരമായ വ്യാജ ആഖ്യാനങ്ങളിലൂടെ മതപരമായ വിദ്വേഷ പ്രചാരണത്തിലൂടെ ജനതയുടെയും രാജ്യത്തിന്റെയും ഐക്യം തകർക്കാനും മോഡി ഭരണത്തെ നിർബന്ധിതമാക്കും.